മലബാറിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇടത് സ്ഥാനാർത്ഥികൾ. പ്രചാരണം മൂന്നാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വ്യക്തികളെ നേരിട്ട് കണ്ടും ഭവന സന്ദർശനവുമാണ് പ്രധാനമായും നടക്കുന്നത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ഇന്ന് പര്യടനമില്ല. നിയമസഭാ മണ്ഡലം കൺവെൻഷനുകളും പൂർത്തിയാക്കി LDF പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലാണ്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആദ്യഘട്ട പര്യടനം ഇന്ന് ആരംഭിച്ചു. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പ്രചാരണം നടത്തിയത്. NDA സ്ഥാനാർത്ഥി ML അശ്വിനി കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ജയരാജൻ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ പ്രചാരണം നടത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തൊഴിലിടങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവ സന്ദർശിച്ചായിരുന്നു വോട്ടഭ്യർത്ഥന. പൊക്കുണ്ടിലും മയ്യിലും റോഡ് ഷോയിൽ MV ജയരാജൻ പങ്കെടുത്തു. വയനാട് LDF സ്ഥാനാർത്ഥി ആനി രാജ ബത്തേരിയിൽ സ്വകാര്യ സന്ദർശനങ്ങളുടെ തിരക്കിലായിരുന്നു. LDF പഞ്ചായത്ത് കൺവെൻഷനുകളിലും ആനി രാജ പങ്കെടുത്തു. വടകര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ പ്രചാരണം നടത്തി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പടുകൂറ്റൻ മാർച്ചിന് നേതൃത്വം നൽകിയ ശൈലജ ടീച്ചർക്ക് ആവേശകരമായ സ്വീകരണമാണ് തലശ്ശേരിയിൽ ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ വോട്ടർമാരെ കണ്ടു. കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീം എലത്തൂരിൽ പ്രചാരണം നടത്തി. UDF സ്ഥാനാർത്ഥി MK രാഘവൻ നിയോജക മണ്ഡലം കൺവെൻഷനുകളിൽ പങ്കെടുത്തു. മലപ്പുറം LDF സ്ഥാനാർത്ഥി മങ്കടയിൽ കുടുംബയോഗങ്ങൾ, പ്രധാന വ്യക്തികൾ എന്നിവരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ ഊരകം കൺവെൻഷനിൽ പങ്കെടുത്തു. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ വെളിയങ്കോട്, എടപ്പാൾ മേഖലയിൽ കോളേജുകൾ, പ്രധാന വ്യക്തികൾ എന്നിവരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി താനൂരിൽ കുടുംബയോഗത്തിൽ പങ്കെടുത്തു. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ ഇന്ന് ഷൊർണൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി. ആലത്തൂർ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ നെന്മാറ മണ്ഡലത്തിൽ പര്യടനം നടത്തി. കൈരളി ന്യൂസ്, കോഴിക്കോട്.